കലയെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ അതിപ്രശസ്തനായ ചിത്രകാരൻ ശ്രീ ബി ഡി ദത്തനാണ്. നമുക്ക് അദ്ദേഹവുമായി കുറെ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാം. സർ, വെൽക്കം ടു ദ ഷോ. നമ്മുടെ നാട്ടിൽ കുറേ തരം കലാരൂപങ്ങളുണ്ട് അല്ലേ? ചിത്രകല, ശില്പകല, നൃത്തം, അഭിനയം, സംഗീതം. സർ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കലാരൂപം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചിത്രകലയെന്നേ പറയുള്ളൂ. വരയ്ക്കാനുള്ള കഴിവ്. സാറിന് എപ്പോഴാണ് സാറിൻ്റെ ഉള്ളിൽ ദൈവദത്തമായ ഈ ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? അതായത് എനിക്ക് ഈ തിരിച്ചറിവെന്ന് അത് വളരെ എനിക്ക് കുട്ടിക്കാലത്ത് ഞാനൊരു ചിത്രകാരനാകുമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതിനോടുള്ള ഒരു മാമതയോ അങ്ങനെ ഒന്നും തന്നെ കുട്ടിക്കാലത്തില്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെ ഇങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഈ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടിരുന്ന കാലത്ത് ബോട്ടണി സുവോളജിയുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കുട്ടിക്കാലത്തൊന്നും ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ ചിത്രം വരച്ചായിട്ട്. പക്ഷേ ഇതിനോടൊരു വല്ലാത്ത താല്പര്യം വളരെ കുറച്ചൊക്കെ എനിക്ക് പ്രായമായതിന് ശേഷം അങ്ങനെ തോന്നി തുടങ്ങി. അതിങ്ങനെ ക്രമേണ വന്ന് അതിനോടൊരു വല്ലാത്ത ഒരു ഇതായി. അപ്പം നമ്മളെ അന്നൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കാണാനുള്ള അവസരങ്ങളില്ല, ചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ, ഇതുപോലുള്ള കുട്ടികൾക്കുള്ള കോമ്പറ്റീഷൻ ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വളരെ ശുഷ്കിച്ച ഒരു കാലമായിരുന്നു ഞാനൊക്കെ വന്നു കഴിഞ്ഞു. കാരണം വെച്ചാൽ കഴിഞ്ഞ തലമുറയിൽ ഒരു ചിത്രകല പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ ഡ്രോയിങ് മാസ്റ്റർക്ക് അപ്പുറം ഒന്നുമില്ല എന്നുള്ള ഒരു സങ്കല്പം ആയിരുന്നു അന്നത്തെ തലമുറ കടന്നുപോയത്. അന്നുള്ള നിലവിലുള്ളായിരുന്ന സംവിധാനം അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഒരു ആർത്തി ഇങ്ങനെ വന്ന് ഞാൻ ഈ പഴയ കാലത്തുള്ള അന്ന് ഇലസ്ട്രേറ്റ് വീക്കിലിൽ ചിത്രകലയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അന്ന് ഈ ഹുസൈൻ്റെയൊക്കെ ആദ്യ കാലത്ത് ഹുസൈൻ, ഹെബ്ബാർ, ബെന്ദ്രെ ഇതുപോലെയുള്ള വളരെ പ്രഗത്ഭ, പിന്നെ ചില ബംഗാളി ആർട്ടിസ്റ്റന്മാരുടെയൊക്കെ രവീന്ദ്രനാഥ ടാഗോർ, അമൃത ഷർഗിൾ ഇതുപോലെയുള്ള ഒരുപാട് ലേഖനങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ വരുമായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിക്കുമായിരുന്നു. ഞാനതെല്ലാം വായിച്ച് പഠിക്കുന്നതിനേക്കാളേറെ ഇത് കാണുക എന്നുള്ള കൗതുകമായിരുന്നു എന്നെനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കുറേ കാലം കഴിഞ്ഞ് ഇതിൻ്റെ ഇതൊക്കെ ആയി. ഞാനിങ്ങനെ ഇതൊക്കെ പാസ്സായി കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞ് ഇതെല്ലാം വിദ്യാഭ്യാസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരു പൂതി തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോറൻ രീതിയാണ്, ഇങ്ങനെ പഠിക്കുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്ന് തോന്നിച്ച് പുറത്തെവിടെയെങ്കിലും പോയി ചിത്രകല പഠിക്കുക. പക്ഷേ അന്നത്തെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യവും ഒരു സെറ്റപ്പോ എനിക്കങ്ങനെ പുറത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യമില്ല. പിന്നെ ഒരേ ഒരു പോകുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിൽ ചേരുക. അതൊരു സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലെ ഡ്രോയിങ് മാസ്റ്റർക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് സംവിധാനം. അവിടെ പഠിച്ചാൽ ആർക്കും ഒരു ചിത്രകാരനാകാൻ കഴിയും എന്ന് അന്നും എനിക്ക് വിശ്വാസമില്ല, ഇന്നും എനിക്ക് വിശ്വാസമില്ല ഇരുന്നു. പക്ഷേ ഇങ്ങനെ അപ്പോൾ കൂടെ ഉള്ളവരും എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ കൂടെയുള്ള ബന്ധുക്കൾ അവരൊക്കെ എന്നോട് വളരെ നിർബന്ധിച്ച് ഇത് പഠിക്കുക, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഡ്രോയിങ് മാസ്റ്റർ ആക്കുക എന്നുള്ള കുറച്ചുകൂടെയൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായിരുന്നാലും ഞാൻ അതിനൊന്നും വഴങ്ങിയില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്തോട് കൂടിയിട്ട് തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിൽ ചേരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല, യാതൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ വന്ന് ചേരുന്നത്. അപ്പോൾ ചേർന്ന് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു CK രാ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ളൊരു അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ. നല്ല വെളുത്ത് സുന്ദരനായൊരു മനുഷ്യനാണ്. അപ്പോൾ ജിബ്ബയൊക്കെ അപ്പോൾ അതൊക്കെ സംസാരിക്കത്തുള്ളൂ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാക്കുകളൊന്നും പുറത്ത് വരത്തില്ല. അപ്പോൾ ഒരു ഓണക്കാലത്ത് അദ്ദേഹം ഒരു പരീക്ഷ നടത്തി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ സൈക്കിളിൽ വരുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് പൂച്ചയെ വരയ്ക്കാൻ അറിയത്തില്ല, സൈക്കിൾ വരയ്ക്കാൻ അറിയത്തില്ല, ആളെ വരയ്ക്കാൻ അറിയത്തില്ല, എനിക്കൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. അതേസമയം എൻ്റെ കൂടെ വന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ ദമയന്തിയെ വരയ്ക്കുന്നു, കുടവുമായിട്ട് നിൽക്കുന്ന സ്ത്രീയെ വരയ്ക്കുന്നു, ക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്ത്രീയെ വരയ്ക്കുന്നു.
ആകെ കൂടി എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് വല്ലാത്തൊരു ഭയമൊക്കെ ആണെന്ന് തോന്നിയിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് വരച്ചു കൊടുത്തു എന്ന് എനിക്കും അറിയത്തില്ല, അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഇത് കഴിഞ്ഞ് ഒരു വരച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണോ അവിടെ ഒരു അലർച്ച കേൾക്കുന്നു. ഇതിൻ്റെയൊക്കെ ഏറ്റവും അറ്റത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ നിറച്ച് 4 വർഷത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഒരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അലർച്ച കേട്ടോന്ന് ആരോ വന്ന് പറഞ്ഞു, ദത്തൻ എന്ന് പറയുന്ന ആരാണ്, സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അപകടമാണ്. ഞാനിവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചുവന്ന് തിളച്ച് നിൽക്കുന്നു. എന്ന് ഞാൻ വരച്ച പേപ്പർ എടുത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുന്നു. ഇത് താനാണോ വരച്ചത് എന്നിങ്ങനെ അലറിയ സ്വരത്തിലാണ് ചോദിക്കുന്നത്. സാവധാനമൊന്നുമല്ല, ഇത് താനാണോ വരച്ചത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് വരച്ചത്. ഞാനിങ്ങനെ വരണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ പറഞ്ഞു നാളെ മുതൽ ഇവിടെ ഇങ്ങനെ മെനക്കെടുക്കാനുള്ളവർക്ക് വന്നു കയറാനുള്ള സ്ഥലമല്ല, നിന്നെപ്പോലെ ഉള്ളവർക്ക് വരാനുള്ള സ്ഥലവുമല്ല. നാളെ മുതൽ താൻ ഇങ്ങോട്ട് വരണ്ട, പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറയുന്നു. വേണമെങ്കിൽ ഒരു കത്തി എടുത്തുകൊണ്ട് പോകും എന്നിങ്ങനെ പറഞ്ഞ് അപ്പം എനിക്ക് തോന്നി എന്താ പറയുക, എന്നെ എടുത്തൊരു വലിയ ആഴിയുണ്ടല്ലേ, ശബരിമലയൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട് അതിലെടുത്ത് ആ ഒരു തീക്കുണ്ടിലെടുത്ത് എറിയുന്ന ഒരു പ്രതീതിയായിരുന്നു. എനിക്ക് കരയണമെന്നോ നിലവിളിക്കണമെന്നോ ഒന്നുമില്ല. ഞാനങ്ങ് തളർന്ന് അവശനായി ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അതുമാത്രമേ എനിക്കറിയത്തുള്ളൂ. കുറേ നേരത്തേക്ക് എനിക്ക് എൻ്റെ പരിസര ബോധം പോലും എനിക്കില്ലായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അവസരം. ചാടിയ പൂച്ച കറുത്ത പൂച്ചയായിരിക്കും. അതായിരിക്കും, അതാണ് എന്നെ ഏറ്റവും. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തുടക്കമായി. സാർ, എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ റിയാക്ട് ചെയ്തത്? സാറിന് സ്വയം തോന്നിയോ ആ പടം കൊടുത്തപ്പോൾ അത് എത്ര മോശമാവുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വയലൻ്റായി റിയാക്ട് ചെയ്യുന്നു സാറിന് തോന്നിയിരുന്നോ ആ ചിത്രം കൊടുത്തപ്പോൾ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വന്ന എല്ലാ കുട്ടികളും ഭേദപ്പെട്ട രീതിയിൽ വരച്ചു കൊടുക്കുകയും നമ്മൾ അവിടെ ഒരു സീറ്റ്, കാരണം ഒരു 10-15 പേർക്കുള്ളതിൽ ഒരാളായിട്ട് നമ്മളവിടെ കയറി പറ്റിയിരിക്കുന്നത്. അതേസമയം എന്നെക്കാളും യോഗ്യതയുള്ള ഒരാൾ വേണമെങ്കിൽ അവിടെ വരാമായിരുന്നല്ലേ. അപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഞാൻ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ, അത് ഏതൊരു അധ്യാപകനും അല്ലെങ്കിൽ ഏതൊരു ചിത്രകാരനും ആ ഒരു ഫീലിങ്സ് ഉണ്ടാകും. പക്ഷേ അന്ന് എനിക്ക് ഒരുപാട് വേദന തോന്നി. പക്ഷേ പിന്നീട് എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്ക് സാറിന് തോന്നിയില്ല, യാതൊരു അത്ഭുതവുമില്ല. അത്ര മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ പോയതിനൊക്കെ എനിക്ക് ഉറക്കമില്ല, വല്ലാത്ത ആസ്വാസ്ഥ്യം, വളരെ അന്ന് വേദനിച്ചെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ മരിക്കുക എന്നുള്ളത്. കാരണം നമ്മളുടെ സ്വന്തം താല്പര്യം കൊണ്ട് പോകുന്നു. ആരോട് ഇനി ഇത് പോയി പറയും, എനിക്കൊന്നും പറ്റത്തില്ല, തിരിച്ചിങ്ങോട്ട് വരാൻ നാളെ കഴിയത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. നാളെ വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാനിങ്ങനെ അയച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എല്ലാവരും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ അദ്ദേഹം എല്ലാം ഇങ്ങനെ നടക്കും, പുറകൂടെ നടന്നിട്ട് പറയും. അപ്പോൾ ചെന്ന് സാർ എന്നൊക്കെ പറഞ്ഞ് എണീക്കുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കുകയോ ചെയ്യുമ്പോൾ പറയും, വരയ്ക്കുക എന്നിങ്ങനെ മാത്രമേ, നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറയത്തില്ല. വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ആ 3 മാസക്കാലത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കിടന്ന ഒരു വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരുമാതിരി ഇത് ക്ഷീണിച്ച അവശനായുള്ളൊരു പെട്ടെന്നൊരു മയക്കം പോലെ ഇങ്ങനെ വന്ന് കിടന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, വരയ്ക്കുക ഇങ്ങനെ സത്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുവരെ വരച്ചിട്ടില്ല. വല്ലാത്ത ആർത്തിയുണ്ട്, ഇനി വരയ്ക്കുക ആണ് ഏത് പോകുംവഴി എന്നുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, കുറച്ചൊരു ധൈര്യം സംഭരിച്ചും കൊണ്ട് പിറ്റേന്ന് ഞാൻ വരുന്നു. അന്ന് മുതൽ ഇപ്പം ഞാൻ താങ്കളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ വരച്ചുകൊണ്ടേയിരിക്കുന്നു, യാതൊരിതുമില്ല. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് പോയിട്ട് കേരള ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറിയായി. ആ 3ാമത്തെ വർഷം അവസാനം എനിക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡ് മേടിക്കുന്നു. അന്ന് ഞാൻ അത് തൃശ്ശൂരിൽ പോയി അവാർഡ് മേടിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ മോശമായ ഒരു തലത്തിൽ നിന്നാണ് മുകളിലോട്ട് വരുന്നത്. പിന്നെ അദ്ദേഹം ചെയർമാനായിരുന്നപ്പോഴത്തേക്ക് ഒരു 3-4 തവണ എനിക്ക് ലളിതകലാ അക്കാദമിയുടെ അവാർഡുകൾ തുടർച്ചയായിട്ടുള്ള. അപ്പോൾ ഈ സത്യത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാനൊരു തണുത്ത അല്ലെങ്കിൽ ഇത്രയും വളരെ ഒരു ആർത്തി എന്നിൽ ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എന്നെ വല്ലാത്ത എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുകയും എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെന്നുള്ള താല്പര്യം തോന്നുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വരയ്ക്കുക എന്നുള്ള മാത്രമായിട്ട് മാറി. അത് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നാണ്. സത്യത്തിൽ അതൊരു വരദാനമായിട്ടാണ് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള കലാരൂപങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതെന്ന് ചോദിച്ചാൽ ചിത്രകലയെന്ന് ഉത്തരം പറയാം.
പക്ഷേ ദുഃഖകരമായ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ കലാരൂപങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ ചിത്രകലയിൽ നിന്നായിരിക്കും. സർ, ദുഃഖം തോന്നാറില്ലേ, വിഷമം തോന്നാറില്ലേ? ആദ്യകാലത്തൊക്കെ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ പിന്നെ നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഇത് ചിത്രം ഞാനിപ്പോൾ എന്താ ഇത്ര ആർത്തിയോട് കൂടി ഇതെടുത്തത്, എൻ്റെ സന്തോഷം ഇതാണ്. അപ്പം ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. വരയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. അത് വരയ്ക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വരയ്ക്കുന്നു. പക്ഷേ ഞാനീ തുടങ്ങിയ കാലത്ത് വളരെ ദയനീയമായിരുന്നു കേരളത്തിൻ്റെ ഒരു ചിത്രകല, അവിടെ ആളുകളുടെ സമീപനം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ചിത്രങ്ങൾ കാണാനുള്ള നല്ല ഗ്യാലറികളില്ല. ചിത്രകലയെ അഭ്യസിപ്പിക്കാനുള്ള നല്ല സ്ഥാപനങ്ങളില്ല. ഈ ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളേ ഉള്ളൂ. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വളരെ കോളേജുകളും അതുപോലുള്ള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചിത്രകലയും ശില്പകലയും പഠിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. അവർക്ക് ഡിഗ്രിയും പോസ്റ്റ് ഒക്കെ ഇതുമായിട്ടുള്ള ഒത്തിരി സാധ്യതകളുണ്ട്, സ്കോളർഷിപ്പുണ്ട്, പുറരാജ്യങ്ങളിൽ പോകാം. അങ്ങനെ വളരെ ഇതുണ്ട്, കാണാനുള്ള അവസരങ്ങളുണ്ട്, ഗ്യാലറിയുണ്ട്. ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, നമ്മളുടെ ചിത്രകല രവിവർമ്മയിൽ നിന്ന് എടുത്തൊരു ചാട്ടമാണ് ആധുനിക ചിത്രകലയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വലിയൊരു വിടവ് നികത്താൻ നമ്മളുടെ ആ രീതി കൊണ്ട് കഴിയാതെ പോയി. അതുകൊണ്ട് ആളുകൾക്ക് അത് ഒരു ബാലികേറ മലയായിട്ട് തീർന്നു ആധുനിക ചിത്രം. ലോകത്തുള്ള സർവ്വ ഇൻ്റർനാഷണൽ എക്സിബിഷനും മദ്രാസ് വരെ വരും, കേരളത്തിലേക്ക് വരത്തില്ല. കാരണം ഇവിടെ നല്ല ഗാലറികളില്ല. അപ്പോൾ ഇത് ചിത്രകലയെന്ന് പറയുന്നത് നയന സംസ്കാരമാണ്. അത് എത്രത്തോളം കാണുക അത്രത്തോളം നല്ലത്. കണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട നയന സംസ്കാരം ഉണ്ടാക്കിയെടുത്ത് ആസ്വദിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ചിന്താവിഷയായ സീത, പഴയ കാലത്ത് രവിവർമ്മയുടെ ചിന്താവിഷയായ സീത, ബംഗാളി സ്കൂളിൽ അവരുടെ വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റന്മാർ വരച്ച ചിന്താവിഷയായ സീത ലോകത്ത് ഒരുപാട് നമ്മളെ ഇന്ത്യയിലകത്ത് പല ആളുകളും ചിന്താവിഷയായ സീതയെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു ഗാലറിയിൽ ഒരു ചിത്രം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിന്താവിഷയ സീത നല്ല ഇരിക്കുന്നു, അല്ലെങ്കിൽ അത് വാട്ടർ കളറിൽ ചെയ്താൽ, അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റ് ചെയ്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങ് പോകുന്നു. പക്ഷേ അതിൽ വേറെ നമുക്കൊരു പ്രത്യേക ഒരു ചിന്താവിഷയ സീത എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളും. പക്ഷേ ആധുനിക ചിത്രകലയിൽ ചിന്താവിഷയായ സീത എന്ന് പറയുന്നിടത്ത് സീതയെ ഒഴിവാക്കുന്നു, ചിന്തയെ വരയ്ക്കുന്നു, ചിന്തയെ മാത്രം വരയ്ക്കുന്നു. അപ്പോൾ ഇതിലെങ്ങനെയാണ് ജനങ്ങൾ ചിന്തയ്ക്ക് പ്രത്യേകിച്ച് രൂപമില്ല, ഭാവമില്ല, കൈയില്ല, കാലില്ല, മൂക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കാണണം. കണ്ട് രൂപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വരകളെക്കുറിച്ചും വർണ്ണങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണമെങ്കിൽ കൂടുതൽ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിന്ന കാലത്താണ് നമ്മളുടെയൊക്കെ തുടക്കം ആരംഭിക്കുന്നത്, അല്ലേ, നമ്മളുടെ ആരംഭം വരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞ് ഒരുപാട് മദ്രാസിൽ നിന്ന് KC പണിക്കരെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ കേരളത്തിലേക്ക് വരുന്നു. അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു തരം സ്വാധീനം കേരളത്തെ സമൂഹത്തെ വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നു. ചിത്രകലയിലുള്ള ആളുകളുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെ, അതായത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിനകത്ത് ഒരു ചിത്രകാരനും ചിത്രം വരച്ച് ജീവിക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് വലിയ പ്രതിഭകളായിട്ടുള്ള അല്ലെങ്കിൽ ഇതായിട്ടുള്ള ചിത്രകാരന്മാർ മുഴുക്കയും കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ KG സുബ്രഹ്മണ്യം, A രാമേന്ദ്രൻ, ഇതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള, ഇപ്പോൾ KC പണിക്കർ തന്നെ മദ്രാസിൽ പോയിട്ടാണ്. അതേ ഇപ്പോൾ ഒരു ചോഴമണ്ഡലം ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ഒരുപാട് മലയാളികൾ അവിടെ താമസിക്കുന്നു. കാരണം കേരളത്തിനകത്ത് അവർക്ക് ചിത്രം വരച്ച് ജീവിക്കാനൊക്കത്തില്ല. ഇതായിട്ട് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റേറ്റുകളാണ് ബീഹാർ, ഒറീസ. അവിടെയുള്ള ചിത്രകാരന്മാർക്ക് പോലും ചിത്രം വരച്ച് ജീവിക്കാനുള്ള സാധ്യത നിലനിൽക്കെ കേരളത്തിൽ അതില്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവരുടെ വരച്ചയും ഈ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അന്തസ്സായിട്ട് കേരളത്തിനകത്ത് ചിത്രം വരച്ച് ജീവിക്കാം എന്നുള്ളൊരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. ചിത്രകാരന്മാരെല്ലാം വളരെ നല്ല രീതിയിൽ ജീവിത നിലവാരത്തിൽ തന്നെ മാറ്റം വന്നു, കാഴ്ചപ്പാടിൽ വന്നു, അവരുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പഴയ കാലത്തുള്ള ആ ഒരു പട്ടിണി കിടക്കുന്ന ഒരു കലാകാരനോ ഇത് ചെയ്യുന്നു അങ്ങനെയൊന്നുള്ള അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ ചിത്രങ്ങൾ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ ആളുകളില്ല.
എന്നൊരു സത്യത്തിൻ്റെ. പക്ഷേ എന്നാലും ഒത്തിരി സാഹചര്യം ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ വരുന്നു, മറ്റ് സംവിധാനങ്ങൾ വരുന്നു, വ്യക്തികളിൽ ഇപ്പം തന്നെ പഴയ കാലത്ത് കലണ്ടർ ചിത്രങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ചുവരുകളിൽ വലിയ വീടുകൾ വെക്കും. പക്ഷേ ഈ കലണ്ടർ ചിത്രങ്ങളായിരിക്കും വെക്കുന്നത്. അത് മാറിയിട്ട് ഈ രവിവർമ്മയുടെ അല്ലെങ്കിൽ വലിയ മാസ്റ്റേഴ്സിൻ്റെ പ്രിൻ്റ് മേടിച്ച് വെക്കണം എന്നുള്ള ചിന്താഗതി വന്നു. ഒറിജിനൽ പെയിൻറ്റിങ് മേടിക്ക് വെക്കണം എന്നുള്ള താല്പര്യം തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർ രവിവർമ്മയുടെ അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ സാർ പറഞ്ഞ പോലെ പടം വെക്കുന്നത് ആ കലാരൂപത്തിനെ കുറിച്ചുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ലക്ഷറിയാണ്, ആഡംബരം കാണിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഈ ഒരു പെയിന്റിങ് മാറിയിട്ടില്ലേ സാർ? അല്ല, അതിൽ ഈ ചോദ്യത്തിന് ഒരർത്ഥം വരെ ശരിയാണ്, ഒരു ഘട്ടം വരെ വിചാരിച്ചു. പക്ഷേ ഇതിനെ ഇഷ്ടപ്പെടുന്ന, ഇതിനെ വളരെ താല്പര്യത്തോട് കാണുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ലോകത്തുള്ള 10 കോടീശ്വരന്മാർ കൂടിയിരിക്കുക, ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കുക. അപ്പോൾ 9 പേര് വരെ ഒരാൾ പറയുക എനിക്ക് ലോകത്തുള്ള എണ്ണ മുഴുക്കിയും വിതരണം ചെയ്തു ഞാനാണ്. അപ്പോൾ അവൻ കോടീശ്വരനാണ്. ലോകത്തുള്ള ഉരുക്ക് ഇതിൻ്റെ മുഴുക്കി കുത്തക എൻ്റെ കയ്യിലാണ്, കോടീശ്വരനാണ്. ഇങ്ങനെ പോലെ എനിക്ക് ഇത്രയോ കപ്പലുകളുണ്ട്, കൊട്ടാര സംരക്ഷണം. ഇവരെല്ലാം കോടീശ്വരന്മാരാണ്, യാതൊരു സംശയമില്ല. 9ാമത്തെ ആളും പറഞ്ഞു കഴിഞ്ഞ ശേഷം 10ാമത്തെ ആൾ എണീറ്റ് എന്ന് പറയുകയാണ് എനിക്ക് വാൻഗോഗിൻ്റെ 3 ചിത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 പേരും എണീറ്റ് നമസ്കരിക്കും. കാരണം ഈ 3 ചിത്രങ്ങൾ ഇവരുടെ എല്ലാം കോടികൾ കൂട്ടിയാലും അതിനൊപ്പം എത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളത്. പക്ഷേ ഇത് വാൻഗോഗിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ച കാലത്തിൽ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും നമ്മൾ തലങ്ങണ ഇതുണ്ടല്ലോ ഓറ, അതിലൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇന്ന് കോടി ഡോളറിന് വിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പം നിലനിൽക്കുകയാണ്. പക്ഷേ ആ ട്രെൻഡ് ക്രമേണ ഇന്ത്യയിലേക്കും വന്നു തുടങ്ങി. ഇന്ത്യയിലേക്ക് ഇപ്പം ഹുസൈൻ്റെയൊക്കെ ചിത്രങ്ങൾ എത്ര കോടി രൂപയ്ക്കാണ്. അങ്ങനെയുള്ള ഒരുപാട് ഇതായിട്ടുള്ള ഇപ്പോൾ ഡൽഹിയിൽ പോയാൽ 80,000 രൂപ കൊടുത്താൽ മാത്രമേ ഒരു 3ാം തരം ആർട്ടിസ്റ്റിൻ്റെയെങ്കിലും പെയിൻറ്റിങ് നമുക്ക് വിലച്ച് കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം പഴയ രീതിയേ അല്ല, ആർട്ടിസ്റ്റന്മാരെല്ലാം വളരെ ഇപ്പം ചില ക്യാമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇവിടുന്ന് കേരളത്തിനൊക്കെ പോയി വലിയ നാഷണൽ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിത ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തിച്ച് നിന്നു പോകും. അത്രമാത്രം ഉയർന്ന തലങ്ങളിലാണ് അവരുടെ ജീവിത രീതികൾ. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ഈ ഒരു അവസ്ഥ മാറിയെന്ന് പറയാൻ പറ്റും സർ. വി.ഡി. ദത്തൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ, ദൈവം സഹായിച്ച് യു പ്രോസ്പേർഡ്. സാറിനെ പോലെ എത്ര കണ്ട് മറ്റുള്ളവർക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ട് സർ? ഒരുപാട് അല്ലേ. ഇപ്പം ഞാൻ പറയട്ടെ, വി.ഡി. ദത്തൻ അല്ലാതെ ഒരു ചിത്രകാരനെ എനിക്ക് കേരളത്തിൽ അറിവില്ല. അല്ല, ഈ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പം C.N. കരുണാകരൻ, അയാൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ഇതായിട്ടുള്ള ഒരാളാണ് C.N. കരുണാകരൻ എന്ന് പറയുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരിതാണ്. ഞാനിങ്ങനെ അവരെ പോലെ ഒത്തിരി ഇതായിട്ടുള്ള അങ്ങനെ ചിത്രങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണപ്പാച്ചിലൊന്നും നടത്താറുമില്ല. പക്ഷേ എങ്കിലും കേരളത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വലിയ ബിസിനസ് പീപ്പിൾ വളരെ കുറവാണ്. ഒരുപാട് ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്തുള്ള കോടീശ്വരന്മാരാണ് വലിയ അവർ ലോകം മുഴുക്കിയും. ഇപ്പം രാവിലെ ലണ്ടനിൽ നിന്ന് അവർ ഇത് കഴിച്ചാൽ, കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നേരെ അവർ പാരീസിൽ പോയിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് ഉള്ള ഒരുപാട് പണമുള്ള ഒത്തിരി ആളുകൾ കേരളത്തിന് പുറത്തുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾക്ക്, അവരുടെ വീടുകൾക്ക്, മറ്റ് ഈ ചിത്രങ്ങളൊക്കെ വിലക്ക് വാങ്ങുന്നത്. കേരളത്തിൽ അങ്ങനെ എത്ര വ്യവസായങ്ങളോ വലിയ പ്രമുഖന്മാരായിട്ടുകളുണ്ട്. 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് അബ്കാരി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവരുടെ കയ്യിൽ നല്ലവണ്ണം കാശുണ്ട്. 2 റബ്ബർ മുതലാളിമാരെന്ന് പറയുന്ന ഒരു വിഭാഗം. അല്ലാതെ ആരുടെ കയ്യിലാണ് കാശുള്ളത്? ഇവർക്ക് 2 പേർക്കും ഈ കലയും സംസ്കാരമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പോരായ്മ. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് ടൂറുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലൊക്കെ വെച്ച് എക്സിബിഷൻ നടത്തിയാൽ ഒരുപാട് ചിത്രങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വരും. പിന്നെ കൊച്ചി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. കമേഴ്ഷ്യൽ സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അവരുടെ രീതികൾ മാറുന്നു. അവിടുത്തെ ആർക്കിടെക്റ്റും അവരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ആർട്ടിസ്റ്റന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. സർ, മുമ്പേ ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സുപരിചിതയായത് ചിന്താവിഷ്ടയായ ശ്യാമളയാണ്. എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും ജനകീയമായ കല. സർ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ചിത്രകല പോലത്തെയുള്ള കലാരൂപങ്ങൾക്ക് വന്നിട്ടുള്ള അപജയം എന്ന് പറയുന്നത് മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് കുറേ വരകളും കുറേ കുത്തുകളും കുറേ കളറും സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ സ്കൂൾ ടൈമിൽ ഒരു കാർട്ടൂൺ കോമ്പറ്റീഷന് ഒരു കുട്ടി വരച്ചതും ഇതാണ്. ഒരു ബോർഡിൽ കുറേ വര കുത്ത്, എന്നിട്ട്
മോഡേൺ ആർട്ട് ഇങ്ങനെ മോഡേൺ ആർട്ടിനെ പരിഹസിക്കുന്ന പോലെയാണ് ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. സർ ഇപ്പോൾ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ആണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ, ഏതൊരുത്തിനും നോക്കി നിന്ന് പോകും, സിമ്പിൾ പെയിൻറ്റിങ്. സർ ഈ മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഈ കുറേ സാധാരണ ജനത്തിന് മനസ്സിലാവാത്ത ഒരു സാർ പറയും ഒരു എന്താ പറയുക ദൃശ്യ മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. സർ അതല്ലേ ഈ കലയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു പരാജയം. ഇപ്പോൾ ബുദ്ധിജീവികളുടെ ഒരു എന്താ പറയുക ഒരു കലയായി മാറിയില്ലേ ഈ ഒരു ചിത്രകല? അതിൽ പ്രതാപന് ചോദിച്ചതിന് എനിക്ക് ഒറ്റ വാക്കിന് മറുപടി പറയാൻ പറ്റത്തില്ല, കുറച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരും. അതായത് നമ്മൾ പഴയ കാലത്ത് ചിത്രകാരൻ പോർട്രേറ്റ് വരയ്ക്കണം, ഒരാളെ ഇരുത്തി തന്നെ വരയ്ക്കണം, വേറെ യാതൊരു മാർഗവുമില്ല. ഫോട്ടോഗ്രാഫി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ചക്രവർത്തിയുടെയോ രാജാവിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ ആരുടെയെങ്കിലും ഒരു പോർട്രേറ്റ് വരയ്ക്കണമെങ്കിൽ അപ്പോൾ രാജാവിനെ ഇരുത്തി ആർട്ടിസ്റ്റ് പോയിരുന്ന് വരയ്ക്കുക മാത്രമാണെന്ന് ഇത്. ഒരു നല്ല പ്രകൃതി ദൃശ്യം വരയ്ക്കണമെങ്കിൽ ഈ ആർട്ടിസ്റ്റ് അവിടെ പോയിരുന്ന് അത് പകർത്തുക എന്നുള്ളതാണ്. വളരെ കാലം അതിങ്ങനെ തുടർന്നു വന്നു. ആ വരുമ്പോഴത്തേക്കാണ് ഫോട്ടോഗ്രാഫിയുടെ വരവ്. ഫോട്ടോഗ്രാഫിയുടെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ ഫോട്ടോഗ്രാഫിക്ക് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമായിരുന്നല്ലോ എടുക്കാനൊക്കത്തുള്ളൂ. കളർ വരയ്ക്കണമെങ്കിൽ വീണ്ടും ആർട്ടിസ്റ്റ് വേണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ലോകത്തുള്ള ഏത് നിറങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ചിത്രകാരൻ പഴയതുപോലെ അവിടെ ചെന്നിരുന്ന് വരയ്ക്കേണ്ടതുകൊണ്ടോ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല എന്നുള്ള ഒരു ഫീലിങ്സ് വന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും സിനിമയിലും വാസ്തുശില്പയിലും എല്ലാത്തിലും ഒരുപാട് സയൻസിലും ശാസ്ത്രത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ, ഒരുപാട് മാറ്റങ്ങൾ. അതുപോലെ ചിത്രകലയിലും ഒരു വലിയ മാറ്റം സംഭവിച്ചു. അപ്പം ഭാവനാസമ്പന്നനായ ചിത്രകാരൻ എന്തിന് ഫോട്ടോഗ്രാഫിയുടെ പുറകെ പോകണം, ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിച്ചു. അവിടെ നിന്നാണ് ഈ ചിത്രകാരന്മാർ മാറി ചിന്തിക്കുകയും മാറി പ്രവർത്തിക്കുകയും ചെയ്തത്. ഇങ്ങനെ പഴയ പാരമ്പര്യമായിട്ട് ചെയ്തു വന്ന ക്യാൻവാസിൽ കളർ തേച്ച് മിനുക്കി ഉണ്ടാകുന്ന ആ ഒരു രീതിയിൽ നിന്നും പാറപ്പുറത്ത് വരയ്ക്കുന്നത് പോലെ നൈഫ് കൊണ്ട് പെയിൻറ്റ് അതേപോലെ ട്യൂബിൽ നിന്നെടുത്ത് ഇങ്ങനെയൊക്കെയുള്ള വല്ല റഫായിട്ട് വരയ്ക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മഹാകാവ്യങ്ങൾ നമുക്കുണ്ടായിരുന്നല്ലോ. ഇത് എഴുതുന്ന ആളുകൾ മഹാകവികളാവുന്നു. അതേസമയം പിന്നെ വന്നപ്പോഴത്തേക്ക് മഹാകാവ്യങ്ങൾ ആരും എഴുതാറില്ല, ഖണ്ഡകാവ്യങ്ങൾ, അവരും മഹാകാവ്യങ്ങളായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 10ഓ 15ഓ ഉള്ള ഭാവഗീതങ്ങളല്ലേ ഇന്ന് എഴുതാറുള്ളൂ. ആരും മഹാകാവ്യങ്ങൾ ഇന്ന് എഴുതാറില്ല. പിന്നെ നമ്മളുടെ പഴയ കാലത്ത് രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും കഥകൾ മാത്രമാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് വിപ്ലവവും മറ്റു ഇതുമൊക്കെ വന്നപ്പോഴത്തേക്ക് ആളുകൾ വല്ലാത്ത ആസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ചുറ്റുമുള്ള പച്ച യാഥാർത്ഥ്യങ്ങളല്ലേ കഥയിലും ഇതിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതാപ് ഒരു ഡോക്ടറാണ്, ഞാൻ ചോദിക്കുന്നത്, പഴയ കാലത്ത് നമ്മളുടെ സമൂഹം, മനുഷ്യ സമൂഹം വിചാരിച്ചിരുന്ന ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ എവിടെയെല്ലാം കത്തിക്ക് കടന്നു ചെന്നാക്കാലും ഹൃദയത്തിൻ്റെ ഭാഗത്തൊന്നും തൊട്ട് കളിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിച്ചിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ആ ഭാഗത്ത് ഇന്ന് ഒരു ഹൃദയം എടുത്ത് മാറ്റി വെച്ചിട്ട് പകരം ഒരു ഹൃദയം വെച്ചിട്ട് ആ ആൾക്ക് വളരെ അന്തസ്സായിട്ട് വളരെ ആരോഗ്യവാനായിട്ട് സമൂഹത്തിൽ ജീവിക്കാവുന്ന സാധ്യതകൾ ഇന്നില്ലേ. അപ്പോൾ അതിൻ്റെ വളർച്ച ഇപ്പോൾ ചന്ദ്രനിൽ പോകുന്ന ഒരാളിൻ്റെ ഹൃദയ സമ്മർദ്ദവും രക്തത്തുടിപ്പും ഒക്കെ ഇവിടുത്തെ കൺട്രോൾ സ്റ്റേഷനിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രത്തിൻ്റെ വളർച്ച, സയൻസിൻ്റെ വളർച്ച, സാഹിത്യത്തിൽ, സംഗീതത്തിൽ, വാസ്തുശില്പകല, എല്ലാത്തിലും. അപ്പോൾ ചിത്രകല മാത്രം നിന്നിടത്ത് നിന്ന് തിരിയണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? പിന്നെ ലോകത്തൊരു ഒന്നിനും അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ആരെതിർത്താലും ആര് ചെയ്താലും ആ മാറ്റം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തിൽ ചിത്രകലയ്ക്കും സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രകാരൻ, ഞാൻ എൻ്റെ ശൈലിയിലാണ്, ഞാനൊരു ശൈലി കണ്ടെത്തുകയും എൻ്റേതായ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ എൻ്റേതായ രീതിയിലാണ് ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ വെറും എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള രീതിയിലാണ്. എൻ്റെ ചിന്തയും എൻ്റെ ഭാവനയും ഞാനെന്നുള്ള വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് അപ്പടി മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രവിവർമ്മ വരച്ചതുപോലെ ഈ കാലത്ത് ഞാൻ വരച്ചുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല.
അതാരും അംഗീകരിക്കത്തില്ല. അത് സമൂഹത്തിൽ നിന്ന് അതിനൊരു ചിത്രകലയുടെ ആ രീതിയിലേക്ക് നമുക്ക് ചിത്രകലയിലെ ആ മണ്ഡലത്തിലേക്ക് ആ വലിയ ഇതിലേക്ക് നമുക്ക് കടന്നു ചെല്ലും നമ്മളുടേതായിട്ടുള്ള വ്യക്തിത്വമുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ശൈലി ഇതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പം ആ രീതി വന്നതോടുകൂടി എല്ലാം ഇങ്ങനെ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ചിത്രകാരൻ്റെ മാത്രമായിട്ടുള്ള രീതിയിലേക്ക് അതവൻ ഇതിലേക്ക് പ്രദർശിപ്പിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് മാറാൻ ഇപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഇടക്കാലത്ത് ഇപ്പം പ്രതാപൻ നേരത്തെ പറഞ്ഞ ഈ ചിത്രകലയോടുള്ള ഈ ഒരു ഇതുണ്ടല്ലേ, കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വല്ലാണ്ട് പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യമാണ്. ആളുകളുടെ ഇതിനോടുള്ള സമീപനത്തിലും അതെയാണ്. ഇന്നത് മാറി. ഇന്ന് ആ മോഡേൺ ആർട്ട് എന്ന് പറയുന്നതും ആധുനിക ചിത്രകല അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. ഇന്ന് ആ കണ്ട് അതിനായിട്ട് ആളുകൾ വളരെയേറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പൊരുത്തപ്പെട്ടത്? ഈ കാണലിലൂടെ. ചിത്രകല എന്ന് പറയുന്നത് എത്രത്തോളം കാണുക എന്ന് പറയുന്നതാണ്. പിന്നെ ഈ ചിത്രമെന്ന് ആസ്വാദനം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് ഇന്ത്യയിലുള്ള പല ഗാലറികളും അവിടെ ഇവിടെയൊക്കെ പോയി എല്ലാം കയറിയിട്ടുണ്ട്. ഞാനത് കയറിയോണ്ട് എന്താണ് അതിൻ്റെ തലക്കെട്ടെന്ന് ഞാൻ നോക്കാറേ ഇല്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്ന് നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമുണ്ട്. അതാണ് ശരിക്കും ആ ചിത്രം നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ ഏറ്റവും പരവുമായിട്ടുള്ള ആ ഒരു മുഹൂർത്തം. അല്ലാതെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ കഥകൾ എഴുതി വെക്കുക, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഈ വര അങ്ങോട്ട് പോകുന്നു, ഇത് കിഴക്കോട്ട് പോകുന്നു, വടക്കോട്ട് പോകുന്നു, തല കാലിൻ്റെ അടിയിൽ, ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള യാതൊന്നുമല്ല. അങ്ങനെ ആസ്വദിക്കുന്നത് ആസ്വാദനമല്ല. ഈ ആസ്വാദനം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ നമ്മളറിയാതെ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ്, അതാണ് യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ ചിത്രകല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് എഴുതി പിടിപ്പിച്ച് കഥ പറഞ്ഞ് രസിപ്പിക്കാനുള്ളതല്ല. അത് കണ്ടു തന്നെ ഉണ്ടാകേണ്ടതാണ്. സാർ, അപ്പോൾ ഇപ്പോൾ ഈ ചിത്രകല എന്ന് പറയുമ്പോൾ ഒരു പെയിൻറ്റിങ്, ഇന്നത്തെ കാലത്തെ മോഡേൺ ആർട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ ചിത്രങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു എന്നാണ് സാർ പറഞ്ഞു വന്നല്ലേ? ഇപ്പോൾ രവിവർമ്മയുടെ ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ അതിന് ഒരു ഡെഫിനറ്റ് മെസ്സേജ് ഉണ്ടായിരിക്കും അല്ലേ? അത് ഇപ്പോൾ എഴുതി വെച്ചപ്പോൾ ദമയന്തി എന്നെഴുതി അത് അത്രയേ ഉള്ളൂ, അതോടെ തീർന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പെയിൻറ്റിങ്ങിന് പ്രത്യേകിച്ച് തലക്കെട്ടുമില്ല, ഒന്നുമില്ല. ഓരോരുത്തരും അവരുടേതായ കാഴ്ചപ്പാടിൽ അതിന് ഓരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലേ? ഈ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആസ്വാദനം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ചിലവർ ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നില്ലേ, ചിലവർക്ക് പുട്ടാണ് ഏറ്റവും ഇഷ്ടം, ചിലവർക്ക് ദോശയാണ്. ഇതേപോലെ നമ്മൾക്ക് സമീപനത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ അവരവരുടെ രീതിയിലാണ് ഇതിന് കാണുക എന്നുള്ളത്. അങ്ങനെ കാണാവൂ. അല്ല, കുറച്ച് ഈ അയ്യോപ്പണിക്കർ എപ്പോഴും നമ്മളിങ്ങനെ ദീർഘമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇതെന്ന് പറയുന്നതേ അതിങ്ങനെ ഇത് സംസാരിക്കുന്നില്ല. ചിത്രങ്ങളെന്ന് പറയുന്നത് നിശബ്ദമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അതൊരു ഗാലറിക്കകത്ത് മിണ്ടുന്നില്ല, യാതൊന്നുമില്ല, പാവം അവിടെ മിണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ സത്യത്തിൽ അത് കാണുമ്പോഴത്തേക്ക് അതിനേക്കാളേറെ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് സംസാരിക്കുന്നതിന് നമ്മൾ സംസാരിക്കുന്നത്. സാർ, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സാർ ടൈറ്റിൽ ഇല്ല എന്ന് പണ്ട് പറഞ്ഞല്ലോ. പക്ഷേ ടൈറ്റിൽ വെച്ചൊരു പടം വരയ്ക്കുകയാണ് അല്ലേ? ഇപ്പോൾ ആന എന്ന് പറഞ്ഞൊരു പടം വരച്ചാൽ പണ്ടത്തെ ആൾക്കാർ സാർ പറഞ്ഞ പോലെ അത് ആനയെ പോലെയൊക്കെ തന്നെ ഇരിക്കണം. സാർ, ആനയെ പോലെ വരയ്ക്കാനും ഒരു കഴിവ് വേണ്ടേ? പക്ഷേ ഇന്നത്തെ ആർട്ടിസ്റ്റുകൾ, ഈ മോഡേൺ ആർട്ട് വരയ്ക്കുന്ന ആൾക്കാർ ഒന്നുകൂടെ സേഫ് ആണെന്ന് വേറെ പറയാം അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ഇരിക്കേണ്ട, വേണമെങ്കിൽ ഒരു പെയിൻറ്റിങ് കാണിച്ചിട്ട് ഇതാണ് ആന എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാവുന്ന ഒരു ഈസ് അവർക്കില്ലേ? അതൊരു ഭീരുത്വം എന്ന് ഞാൻ പറയില്ല, ബട്ട് നല്ലൊരു ആനയെ വരയ്ക്കാൻ പറ്റാത്ത കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ സാർ എങ്ങനെ അതിനെ പ്രതികരിക്കും? അത് പിന്നെ പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന MAU മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ക എന്ന് വെച്ചാൽ വളരെ ജെന്റിൽമാൻ, വളരെ നല്ല ഒരു മനുഷ്യൻ എന്നൊക്കെ പറയാവുന്ന എല്ലാ ഇതൊക്കെ. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം ആർട്ട് ഗ്രൂപ്പ് ഒന്ന് ഫോം ചെയ്ത് അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ, MAU മേനോൻ, ഈ EMJ വെണ്ണിയൂർ, അങ്ങനെ ഒത്തിരി ആളുകളുടെ ഒരു കൂട്ടായ്മ. അവരെല്ലാം ഞായറാഴ്ച ദിവസം നമ്മളെ ഫൈൻ ആർട്സ് അവിടെ സ്കൂൾ ഓഫ് ആർട്സിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യും. അന്ന് MAU മേനോനുള്ള എന്നോടുള്ളൊരു താല്പര്യം കൊണ്ട് എന്നെയും കൂടി അക്കൂട്ടത്തിൽ കൂട്ടുമായിരുന്നു. അന്ന് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വളരെ നല്ലവണ്ണം സ്റ്റഡി ചെയ്യുന്ന ആളെ ഇരുത്തി ഇതൊക്കെ ഇവിടെ മ്യൂസിയത്തിലൊക്കെ പോയി മൃഗങ്ങളെയും പക്ഷികളെയും ഇതൊക്കെ ചെയ്തിലൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ MAU ഞാനിപ്പോഴും ഒരു ഗുരുസ്ഥാനം നൽകി അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്ത് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ദത്തൻ ഇപ്പോൾ വളയത്തിൽ കൂടി ചാടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ദത്തൻ വളയമില്ലാതെ ചാടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ കാലത്തുള്ള മാസ്റ്റേഴ്സ് അവർ ഈ പുതിയ മോഡൽ, ഇപ്പോൾ പിക്കാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ ആ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഇതിൻ്റെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം
ഉണ്ടായിട്ടുള്ള വാൻഗോ, ഗോഗിൻ, സെസാൻ എന്ന് പറയുന്നതൊക്കെ അവർ നല്ലവണ്ണം ബേസിക് സ്റ്റഡി അവർക്കുണ്ടായിരുന്നു. ആ സ്റ്റഡിയിൽ നിന്നാണ് രൂപത്തെ അവർ വികലമാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ നല്ലവണ്ണം രൂപത്തെക്കുറിച്ച് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് രൂപത്തെ അവർ എങ്ങനെ വളച്ച് ഓടിച്ചു വെച്ചാലും അതിന് ചിത്രത്തിൻ്റേതായ സൗന്ദര്യവും ശക്തിയും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്, ആദ്യം തന്നെ വളയമില്ലാതെ ചാടുകയാണ്. വളയത്തിൽ കൂടി ചാടുന്നില്ല, വളയമില്ലാതെ ചാടുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ അപാകതകളും പോരായ്മകളും പുതിയതുണ്ട്. പക്ഷേ നല്ലവണ്ണം സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ നല്ലവണ്ണം ഗ്രഹിച്ച് ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റന്മാരുണ്ട്. പിന്നെ നേരത്തെ പ്രതാപൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ചിത്രത്തിലും ഇപ്പോൾ ഇതിലൊരുപാട് ഇതായിട്ടുള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ചിത്രമാകുമെന്നുള്ള ഒത്തിരി ആളുകളുടെ കാഴ്ചപ്പാട് രീതിയൊക്കെ ഉണ്ടല്ലോ. കാഴ്ചക്കാരിലുണ്ട്, പുതിയ ചിത്രകാരന്മാരെന്ന് രംഗത്ത് വരുന്ന പലരിലുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരറിയാവുന്ന ഒരു ചിത്രകാരൻ എന്ന് വെച്ചാൽ നല്ല ഇതുള്ള ഹാൻഡുള്ള അല്ലെങ്കിൽ നല്ല കരുത്തുള്ള അല്ലെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ള ഏറ്റവും ശക്തനായ ഒരാൾ, അങ്ങനെ കുറേ പേരുടെ ചിത്രങ്ങൾ, ചില വരകൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേര് ഇതിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഇതിൽ കയറിയിട്ടുള്ള ചില ആളുകളും ഒക്കെ ഇങ്ങനെ വരും. പക്ഷേ നമുക്ക് കണ്ടാൽ ഉടനറിയാം ഇത് കഴിവുള്ള ചിത്രകാരൻ്റേതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ അതിനോട് അത്തരം കാഴ്ചപ്പാടുള്ളവർക്കേ കാണാനൊക്കത്തുള്ളൂ. സാധാരണ ജനത്തിന് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ സാധാരണപ്പെട്ടവരെ ഇതുപോലെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു സത്യം തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും നിലനിൽക്കത്തില്ല. യഥാർത്ഥ ശക്തിയുള്ള ഇതിൻ്റേതായിട്ടുള്ള എല്ലാ സ്വഭാവമുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞോളും കാലക്രമേണ.